ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രവർത്തനങ്ങളെ ചൊല്ലിയുള്ള വിവാദങ്ങൾ തുടരുന്നതിനിടെ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആറന്മുള മണ്ഡലത്തിൽ പകരക്കാരനെ കണ്ടെത്താൻ CPM-ൽ ചർച്ചകൾ സജീവമാക്കുന്നതായാണ് റിപ്പോർട്ട്. വീണ ജോർജിന് മൂന്നാം തവണ അവസരം നൽകേണ്ടതില്ലെന്ന വികാരം പാർട്ടിയിൽ ശക്തമാണെന്നും പകരം പ്രമുഖ സാഹിത്യകാരൻ ബെന്യാമിനെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നുവെന്നുമാണ് രാഷ്ട്രീയ വൃത്തങ്ങളിലെ സംസാരം. ആരോഗ്യവകുപ്പ് മണ്ടയില്ലാത്ത തെങ്ങു പോലെയായി എന്നും ആരോഗ്യമന്ത്രി ആരോഗ്യവകുപ്പിനെ അനാരോഗ്യ വകുപ്പാക്കി മാറ്റിയെന്നും തുടങ്ങി ദ്വയാർത്ഥ പ്രയോഗത്തിൽ ഒരുപാട് ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ ജോർജിനെതിരെ വന്നത്. അതേസമയം വീണ ജോർജ് മന്ത്രിയായതുകൊണ്ട് ആരോഗ്യ മേഖല സ്തംഭിച്ചു എന്ന് പറയുന്നത് തെറ്റാണെന്നും ഒരു വിഭാഗം വ്യക്തമാക്കി. രണ്ടാം പിണറായി സർക്കാരിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ട വകുപ്പുകളിൽ ഒന്നാണ് ആരോഗ്യം. കോട്ടയം മെഡിക്കൽ കോളേജിലെ സംഭവം ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ മന്ത്രിയുടെ പ്രതികരണങ്ങൾ ജനരോക്ഷത്തിന് കാരണമായിരുന്നു. ഈ സാഹചര്യങ്ങൾ സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിച്ചുവെന്നും ഇത് അടുത്ത തിരഞ്ഞെടുപ്പിൽ വീണ ജോർജിന് തിരിച്ചടിയാക്കുമെന്നും പാർട്ടിയിലെ ഒരു വിഭാഗം വിലയിരുത്തുന്നുണ്ട്. പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിനും സമാനമായ അഭിപ്രായമാണുള്ളതെന്നും സൂചനകളുണ്ട്. സമീപകാലത്തായി CPM-ന്റെ സാംസ്കാരിക പരിപാടികളിലും വേദികളിലും ബെന്യാമിന്റെ സാന്നിധ്യം ശ്രദ്ധേയമാണ്. ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിനുള്ള മുന്നൊരുക്കമായാണ് പലരും കാണുന്നത്. സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത് CPM പരീക്ഷിച്ചു വിജയിച്ച തന്ത്രങ്ങളിൽ ഒന്നാണ്. ടെലിവിഷൻ രംഗത്തു നിന്ന് 2016 വീണ ജോർജ് CPM സ്ഥാനാർത്ഥിയായി ആറന്മുളയിൽ അട്ടിമറി വിജയം നേടുന്നത്. 2021 ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് വീണ്ടും ജയിച്ചെങ്കിലും 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ പരാജയപ്പെട്ടു. മന്ത്രി എന്ന നിലയിലുള്ള പ്രകടനം കൂടി വിലയിരുത്തി അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു മാറ്റം അനിവാര്യമാണെന്ന ചർച്ചകളാണ് ഇപ്പോൾ പാർട്ടിയിൽ സജീവമായിരിക്കുന്നത്. എന്നാൽ അന്തിമ തീരുമാനം പാർട്ടിയുടേതായിരിക്കും.